അപ്പൊ മനുഷ്യന്റെ മനസ്സിന് സാധ്യതകളുണ്ട്. ഒരിക്കലും മറക്കരുത്. ഒരു തരത്തിലും മനസ്സിനെ പരിമിതപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കരുത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെ നഷ്ടങ്ങളുണ്ടോ, അതെല്ലാം നമ്മുടെ ബോധമണ്ഡലത്തിന്റെ ചെറിയൊരു അംശം മാത്രം. മനസ്സിലായി? ഇനിയും കടക്കുന്നു വ്യാപ്തി. ഒരു ഭാഗത്ത് കാർമികം, ബാക്കി ഭാഗം കാർമികം ഇല്ലാതെ കടക്കുന്നു. ഒരു ഭാഗത്ത് ഇരുട്ട്. ഇപ്പൊ നോക്കൂ, നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇരുട്ടായി. യൂറോപ്യൻ രാജ്യങ്ങളില്, അമേരിക്കൻ രാജ്യങ്ങളില് സൂര്യൻ ഉദിച്ചു, അവിടെ പ്രകാശമാണ്. അല്ലേ? ആണോ അല്ലയോ? എന്നതുപോലെ ഇവിടെ ജീവിതത്തിലും ചില ദുഃഖങ്ങളുടെ ഇരുട്ടുണ്ടെങ്കിലും ബോധത്തിൽ അപ്പോഴും വെളിച്ചമുണ്ടെന്ന് മറക്കരുത്. ആ വെളിച്ചം കാണാനുള്ള ഒരു കഴിവ് നമ്മുടെ തലയിലുണ്ടായാൽ, അതൊന്ന് സ്പാർക്ക് ചെയ്താൽ ആര് നശിക്കും? ആർക്ക് നശിപ്പിക്കാൻ പറ്റും? അതാണ് കാണേണ്ടത്. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഇതിനാണ് ഞാൻ നിങ്ങൾ ഈ ഭാഗവതം കേൾക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ അമ്പലങ്ങളിൽ പോയി ജപിക്കുന്നത്. ഈ വെളിച്ചത്തെ, ഇരുട്ടിലും വെളിച്ചം കാണണം. അസത്തോമ സത്കമയ. അടുത്ത വരി പറയൂ. തമസോമ ജ്യോതിർഗമയ. തമസ്സിലും ജ്യോതിസ് കാണാൻ പരിശ്രമിക്കും.